ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിപിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. മാംസാഹാരം കഴിക്കുന്നത് ഹിന്ദുക്കളിൽ പുതുതായി വന്ന നവോത്ഥാനം എന്ന് താങ്കൾ ആക്ഷേപിക്കുന്നുവെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറാൻ താങ്കൾ പുരാണങ്ങളിലേക്കൊന്ന് തിരിച്ചു പോയാൽ മതി. അതിപുരാതന ഭാരതീയർ മാംസാഹാരികളും മൃഗങ്ങളെ വേട്ടയാടുന്നവരും തന്നെയായിരുന്നു. അതല്ലാതെ ഒരു മുസ്ലിമും ഒരു അറബിയും പഠിപ്പിച്ചതല്ല അവരെ വേട്ടയാടാനും മാംസം ഭക്ഷിക്കാനും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. വിമർശിക്കുതോറും വേടൻ കൂടുതൽ തിളക്കമുള്ള നക്ഷത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ അത്ര തെളിച്ചമില്ലാതെ നിന്നിരുന്ന ഒരു നക്ഷത്രത്തെ കൂടുതൽ ജനപക്ഷത്തേക്ക് കൊണ്ടുവന്നത് വേടനെതിരെ അടുത്ത കാലത്തുണ്ടായ വിമർശനങ്ങളും വേടനെ ഒതുക്കി ഇല്ലാതാക്കാൻ നടത്തിയ ശ്രമങ്ങളുമാണ്. ഇപ്പോഴിതാ പാലക്കാട് കോട്ടമൈതാനത്ത് വേടന്റെ പരിപാടിക്കെത്തിയ ജനങ്ങളുടെ അതിബാഹുല്യം കാരണം തിക്കിലും തിരക്കിലും പെട്ട് 15ഓളം ആളുകൾക്ക് പരിക്ക് പറ്റിയെന്ന വാർത്ത വരുന്നു. ഇതിനു മുമ്പും ഇതുപോലെ പരിപാടി തുടക്കത്തിലെ നിർത്തിവെക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കായിരുന്നു വേടന്റെ പരിപാടി നടത്താൻ തീരുമാനിച്ചിരുന്നത്. പട്ടികജാതി പട്ടികവർഗ സംസ്ഥാനതല സംഘത്തിന്റെ ഭാഗമായിട്ടായിരുന്നു വേടന്റെ സംഗീത പരിപാടി. മന്ത്രി MP രാജേഷ്, OR കേളു ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പരിപാടിക്കെത്തിയിരുന്നു. നേരത്തെ തന്നെ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞതിനാൽ 6 മണിയോടെ തന്നെ ഗ്രൗണ്ടിലേക്കുള്ള പ്രവേശനം അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ വേടന്റെ പരിപാടി കാണാനെത്തിയവർ ബാരിക്കേഡുകൾ തള്ളിമാറ്റി മൈതാനത്തിലേക്ക് ഇരച്ചു കയറി. ഇതോടെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്ന പോലീസ് ലാത്തി വീശുകയായിരുന്നു. സത്യത്തിൽ ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിനിടയിൽ പോലീസ് ലാത്തി വീശിയാൽ എന്താണ് സംഭവിക്കുക എന്നറിയാത്തവരല്ല നമ്മുടെ പോലീസും ഭരണകേന്ദ്രങ്ങളിലിരിക്കുന്നവരും. ഒരു വലിയ ജനക്കൂട്ടത്തിനിടയിൽ ലാത്തി വീശിയാൽ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് അതേ അവിടെയും സംഭവിച്ചുള്ളൂ. ഭയചകിതരായ ജനങ്ങൾ നാലുപാടും ചെതറിയോടി. പലരും താഴെ വീണു കിടക്കുന്നവരെ പലരും ചവിട്ടി. മരണം വരെ സംഭവിക്കാമായിരുന്നിട്ടും അത്രയും വലിയൊരു അത്യാഹിതം സംഭവിക്കാതിരുന്നത് ഭാഗ്യം. ഒരു പാഠം ഉൾക്കൊള്ളാത്തവരാണ് നമ്മുടെ പോലീസ് എന്ന് വേണം പറയാൻ. അതല്ലെങ്കിൽ വേടന്റെ പരിപാടി തുടക്കത്തിലെ കലങ്ങിപ്പോകട്ടെ എന്നവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഇതിനു മുമ്പുള്ള വേടന്റെ പരിപാടിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് അതിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തണമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ആളുകളെ നിയന്ത്രിക്കാനും പരിപാടി ഭംഗിയായി നടത്താനും കഴിയുമായിരുന്നു. നല്ലൊരു വിഭാഗം അധികാരവർഗങ്ങളും രാഷ്ട്രീയ മേലാളന്മാരും വേടന്റെ പരിപാടി സുഗമമായി നടക്കരുതെന്നും വേടൻ ഒരു തിരുത്തൽവാദിയായി മാറരുതെന്നും ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് കേസരിയുടെ മുഖ്യ പത്രാധിപരായ NR മധു അമ്പലപ്പറമ്പിൽ പോലും വിശാസ്ത്രം കൊണ്ട് വേടന്റെ മൂർധാവിലേക്ക് എഴുതത്. റാപ്പർ വേടനെതിരെ NR മധു നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരെ കൊല്ലം കിഴക്കേക്കുണ്ട്ര CPM ലോക്കൽ സെക്രട്ടറി നൽകിയ പരാതിയിൽ കേസെടുത്തിട്ടുണ്ടെങ്കിലും വിഷം പുരട്ടിയ ആ അമ്പുകളിലെ വിഷാംശം തീവ്ര ചിന്താഗതിയുള്ള ആളുകളിൽ നിന്നും തിരിച്ചെടുക്കാൻ ആവുകയില്ല. മാത്രമല്ല കേസിനൊന്നും വലിയ ആയുസ്സും ഉണ്ടാവുകയില്ല. വേടനെ അമ്പെയ്ത് കൊല്ലാൻ ശ്രമിച്ച അതേ നാവ് കൊണ്ട് തന്നെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ മതഭ്രാന്ത് മുഴുപ്പിച്ചെടുക്കാൻ ഒരു ഷവർമ്മ കഥയും പറയുന്നുണ്ട് NR മധു എന്ന കേസരി മാമൻ. അദ്ദേഹത്തിന്റെ ഷവർമ്മ കഥയുടെ അല്പഭാഗം. കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം. മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം, രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു. നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത്. അത്ര മോശമാക്കി പറയല്ലേ മധു സാറേ. കരിഞ്ഞ മാംസത്തിന്റെയൊക്കെ ഗന്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ കാശിയിലൊക്കെ അനുഭവപ്പെടാറുള്ള ആ ഗന്ധം അതുപോലെയാണ് താങ്കൾ ഉദ്ദേശിച്ചത്. വാരണാസിയിലെ മണികർണിക ഘട്ടുകളിൽ നിന്നും ഹരിശ്ചന്ദ്ര ഘട്ടുകളിൽ നിന്നും ഉയരുന്ന പുകച്ചുരുകൾക്ക് കത്തിക്കരിഞ്ഞ മാംസത്തിന്റെ രൂക്ഷഗന്ധം ഉണ്ടായിരിക്കും. അത് മനുഷ്യനെ ദഹിപ്പിക്കുന്ന സ്ഥലമാണ്. അത് സ്വാഭാവികം. അതല്ലാതെ കേരളത്തിലെ തെരുവുകളിൽ നിന്നും രൂക്ഷഗന്ധം ഉയരാൻ സാധ്യതയില്ല. ഇവിടെ അതുപോലുള്ള ഘട്ടുകളൊന്നും തന്നെയില്ല. പിന്നെ ഷവർമ്മ ഘട്ടുകളിൽ നിന്നും വരുന്ന സ്മെൽ അത് വല്ലാതെ കൊതിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ വർമ്മമാർ വരെ ആക്രാന്തം മൂത്തുകൊണ്ട് അങ്ങോട്ട് ഓടിപ്പോയതും കട്ടയും പടയും മടക്കി ഇല്ലാതായത്. മധുസാർ തികച്ചും വാരണാസിയിലെ ശ്മശാനത്തിലെ ജോലിക്കാരനെ പോലെയാണ് പറയുന്നത്. അവർക്ക് ഇത്രയും കൃത്യമായി മാംസം കത്തിക്കരിയുന്ന ഗന്ധം തിരിച്ചറിയാനാവും. കാരണം ഞങ്ങളാരും മാംസം കത്തിക്കരിച്ച് കഴിക്കാറില്ല. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്.
ചിലരതിന് ഷവർമ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര്. വർമ്മമാരൊക്കെ ശവമാണെന്നും അവർ ശവം കഴിക്കുന്നവരാണെന്നുമുള്ള അറിവ് താങ്കൾ കേരളക്കാർക്ക് പകർന്നു നൽകിയത് നന്നായി. ഞങ്ങൾ ധരിച്ചു വെച്ചിരുന്നത് ഹിന്ദുമതത്തിലെ ഒരു ഉയർന്ന വിഭാഗമാണ് വർമ്മമാർ എന്നായിരുന്നു. അത് തിരുത്തി തന്നതിന് നന്ദി. ഇനി ഷവർമയെ കുറിച്ച് പറയാം. കേരളത്തിൽ ആദ്യമായി ഷവർമ വിൽക്കാൻ തുടങ്ങിയത് 1995 തലശ്ശേരിയിലാണെന്നാണ് പറയപ്പെടുന്നത്. ഷവർമ ആദ്യമായി പാകം ചെയ്ത് കഴിച്ചവർ പഴയ ഓട്ടോമൻ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന നിലവിലെ തുർക്കിയിലെ അനറ്റോലിയ പ്രദേശത്തുകാരാണ്. 1867 ഷവർമയുടെ ആദ്യ രൂപമായ ഡോണർ കബാബ് ഉണ്ടാക്കിയത്. ഇറച്ചിക്ക് മുകളിൽ കൊഴുപ്പ് വെച്ച് ചൂടാക്കി പാകം ചെയ്ത് കഴിക്കുന്ന രീതിയായിരുന്നു അത്. തുർക്കിയിൽ നിന്നും പിന്നീട് അത് മിഡിൽ ഈസ്റ്റിലേക്കും അവിടെ നിന്ന് കേരളത്തിലേക്കും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും എത്തപ്പെട്ടു. താങ്കൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഹിന്ദു പുരാണങ്ങൾ പ്രകാരം മാംസാഹാരം നിഷിദ്ധമല്ല. അന്ന് ഇന്നത്തെ പോലെ മസാലക്കൂട്ടുകളും മറ്റുമില്ലാത്തത് കൊണ്ട് തന്നെ മൃഗങ്ങളെ ചുട്ടുതിന്നുക തന്നെയായിരിക്കും ജനങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കുക. ആട്, പശു, കുതിര, പന്നി, മാൻ തുടങ്ങിയ മൃഗങ്ങളെ ഭക്ഷിക്കുന്നതായി പുരാണങ്ങൾ പറയുന്നു. അഗസ്ത്യ മുനിയടക്കം പല ഋഷിമാരും മുനിമാരും മാംസം ഭക്ഷിച്ചിരുന്നതായി പുരാണങ്ങൾ സൂചിപ്പിക്കുന്നു. മഹാഭാരതത്തിൽ പാണ്ഡവരും കൗരവരും മൃഗങ്ങളെ വേട്ടയാടിയിരുന്നതായും ഭക്ഷിച്ചിരുന്നതായും പറയപ്പെടുന്നു. രാമായണത്തിൽ ശ്രീരാമൻ വനവാസകാലത്ത് മാനിനെ വേട്ടയാടിയതായി പറയുന്നു. ശിവനും കാളിയും മാംസഭോജനം നടത്തിയതായി പറയപ്പെടുന്നു. ശിവൻ ഭസ്മാസുരനെ നിഗ്രഹിച്ചപ്പോൾ ഭസ്മാസുരന് രക്തം കുടിച്ചതായി ശിവപുരാണത്തിൽ പ്രതിപാദിക്കുന്നു. അതുപോലെ കാളി രാക്ഷസന്മാരുടെ രക്തം കുടിച്ചതായി ദേവി ഭാഗവതത്തിലും പറയുന്നു. അശ്വമേധയാഗങ്ങളിൽ കുതിരയെ ബലികഴിച്ച് അതിന്റെ മാംസം ഭക്ഷിച്ചിരുന്നതായി പറയപ്പെടുന്നു. അശ്വമേധയാഗം നടത്തിയിരുന്നത് ഋഷിമാരും രാജാക്കന്മാരുമായിരുന്നു. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്നത് പൗരാണികരായ ഭാരതീയർ പലതരം മൃഗങ്ങളെയും ഭക്ഷിച്ചിരുന്നുവെന്നാണ്. അതും ഇന്ന് നമ്മൾ കഴിക്കാത്ത കുതിരയെ പോലും. അന്നൊന്നും ഇന്നത്തെ പാചകരീതിയും സൗകര്യങ്ങളും ഇല്ലാതിരുന്നത് കൊണ്ട് മനുഷ്യൻ മാംസം കൂടുതലും ചുട്ടു തന്നെയായിരുന്നു ഭക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് മാംസം കഴിക്കുന്നതിനോട് ഞാൻ എതിരല്ല എന്ന താങ്കളുടെ ഔദാര്യത്തിൽ വലിയ കാര്യമൊന്നുമില്ല. കേരളത്തിൽ ഷവർമ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല. പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. പിന്നെ ഷവർമ കഴിച്ച് ഹിന്ദുക്കളിലെ വർമ്മമാർ മാത്രമേ മരിച്ചുള്ളൂ എന്ന വേവലാതി, അത് താങ്കളുടെ സംഖ്യബുദ്ധിയുടെ പ്രതിഫലനമാണ്. അതിനുവേണ്ടി താങ്കൾ തിരഞ്ഞെടുത്തത് മാംസവിഷയത്തിൽ കുറെ കൂടി അകലം പാലിച്ചിരുന്ന വർമ്മമാരെയാണ് എന്നതിൽ എനിക്ക് വിയോജിപ്പുണ്ട്, അമർഷമുണ്ട്. താങ്കളുടെ ഒളിയമ്പുകൾ കേട്ടാൽ തോന്നും മുസ്ലിങ്ങൾ മാത്രം തുടങ്ങിയ ഷവർമ കടകളിൽ ഹിന്ദുവിനെ കൊല്ലാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഷവർമ എന്ന്. അനാവശ്യമായ അറിവ് മാത്രം ഒരാൾക്കുണ്ടാവുക എന്നത് അത് അയാളുടെ കുറവായി കാണാനേ കഴിയില്ല. മറ്റു ചില കാരണങ്ങൾ കൊണ്ടും ഈ ന്യൂനതയുണ്ടാവാം. ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിപിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. മാംസാഹാരം കഴിക്കുന്നത് ഹിന്ദുക്കളിൽ പുതുതായി വന്ന നവോത്ഥാനം എന്ന് താങ്കൾ ആക്ഷേപിക്കുന്നുവെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറാൻ താങ്കൾ പുരാണങ്ങളിലേക്കൊന്ന് തിരിച്ചു പോയാൽ മതി. അതിപുരാതന ഭാരതീയർ മാംസാഹാരികളും മൃഗങ്ങളെ വേട്ടയാടുന്നവരും തന്നെയായിരുന്നു. അതല്ലാതെ ഒരു മുസ്ലിമും ഒരു അറബിയും പഠിപ്പിച്ചതല്ല അവരെ വേട്ടയാടാനും മാംസം ഭക്ഷിക്കാനും. പൂജകൾക്ക് വരെ മാംസം ഉപയോഗിച്ചിരുന്ന, ബലികർമ്മങ്ങൾക്ക് മൃഗങ്ങളെ ഉപയോഗിച്ചിരുന്ന ഒരു ജനതയുടെ പിൻഗാമികൾ മാംസം ഇഷ്ടപ്പെടുന്നതിൽ ആരെയും കുറ്റം പറയാൻ കഴിയില്ല. മാംസം കഴിക്കുന്നതിന്റെ പേരിൽ നിങ്ങൾ മനുഷ്യരെ വേട്ടയാടുമ്പോൾ നിങ്ങൾ അമ്പെയ്ത് കൊള്ളിക്കുന്നത് ഹിന്ദു പുരാണങ്ങളിലാണ് എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും.